നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂടുതൽ താരങ്ങളെ ചോദ്യം ചെയ്യും. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന് പോലീസ് അറിയിച്ചു. ഗൂഢാലോചനയിൽ അപ്പുണ്ണി ഇടപെട്ടതിന് പോലീസ് വേണ്ടത്ര തെളിവ് സമാഹരിച്ചിട്ടുണ്ട്. അതേസമയം അപ്പുണ്ണി സംസ്ഥാനം വിട്ടതായാണ് സൂചന. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനകം വിധി പറയും. വിധി പ്രതികൂലമായാൽ പ്രതിഭാഗം സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും. അതേസമയം കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് വൈകിട്ട് 5 മണിയോടെ ദിലീപിനെ കോടതിയിൽ ഹാജരാക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ പ്രതികൾ തെളിവുകൾ നശിപ്പിച്ചേയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എത്ര ഉന്നതരാണെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ചെയ്തവർ പിടിക്കപ്പെടുമെന്നും കോടിയേരി പറഞ്ഞു. തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ പോസിറ്റീവായി കാണുന്നുവെന്ന് മുകേഷ് MLA. വിമർശനങ്ങളിൽ തളരില്ല. കലാപ്രവർത്തനങ്ങളെക്കാൾ ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിലാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മുകേഷ് പറഞ്ഞു. ജനങ്ങളെ, സമൂഹത്തെ സന്തോഷിപ്പിക്കുക അതെന്റെ കലാപ്രവർത്തനം കൊണ്ടും കൊല്ലം നിയോജക മണ്ഡലത്തിൽ എന്തെല്ലാം ചെയ്യാം അതെല്ലാം വളരെ ഊർജ്ജസ്വലമായിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ MLA എന്നുള്ള കർത്തവ്യവും ഒരേപോലെ തന്നെ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആക്രമിക്കപ്പെട്ട നടിയെ അപമാനിച്ചു മുൻ DGP TP സെൻകുമാർ. സമകാലിക മലയാളം വാരിക പത്രാധിപരുടേതാണ് വെളിപ്പെടുത്തൽ. ഗുരുതര ആരോപണങ്ങളുള്ള കത്ത് പത്രാധിപർ സജി ജെയിംസ് DGPക്ക് കൈമാറി. സമകാലിക മലയാളം വാരികയുമായി നടത്തിയ അഭിമുഖത്തിനിടെ സെൻകുമാർ നടത്തിയ വർഗീയ പരാമർശങ്ങൾ വിവാദമായിരുന്നു. വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് സെൻകുമാറിന്റെ പരാതിയിൽ നൽകിയ വിശദീകരണത്തിലാണ് സമകാലിക മലയാളം വാരിക പത്രാധിപർ സെൻകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള കത്ത് പോലീസ് DGPക്ക് കൈമാറിയത്. അഭിമുഖത്തിനിടെ സെൻകുമാറിന് വന്ന ഒരു ഫോൺ കോളിനിടെ നടിയെക്കുറിച്ച് മോശമായി സംസാരിച്ചെന്നും എന്നാൽ തങ്ങളുടെ ലേഖകനോട് പറഞ്ഞ കാര്യമല്ലാത്തതിനാൽ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു. സ്ത്രീകളെ ആകമാനം അപമാനിക്കുന്ന വാക്കുകളും സെൻകുമാർ ഉപയോഗിച്ചതായി വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇത് പുറത്തുവന്നാൽ സെൻകുമാറിന്റെ മുഖംമൂടി അഴിയും. അഭിമുഖത്തിനിടെ ഇടയ്ക്കിടെ സെൻകുമാറിന് ഫോൺ കോളുകൾ വന്നിരുന്നു. അതിൽ ഒരു ഫോൺ സംഭാഷണത്തിലാണ് നടിയെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചത്. ഈ സംഭാഷണവും അഭിമുഖം റെക്കോർഡ് ചെയ്തതിനൊപ്പമുണ്ടെന്നും അത് തെളിവായി സമർപ്പിക്കാമെന്നും പത്രാധിപർ പറയുന്നു. ലേഖകനോട് സെൻകുമാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ഇത് സംബന്ധിച്ച റെക്കോർഡുകൾ പരിശോധിക്കാമെന്നും സജി ജെയിംസ് പോലീസ് മേധാവിയെ വിശദീകരണത്തിൽ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. നഴ്സുമാരുടെ സമരത്തിൽ സർക്കാരും IMAയും ഇടപെടുന്നു. ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണെന്ന് സർക്കാർ. പ്രായോഗിക സമീപനം കൈക്കൊള്ളണമെന്ന കാര്യം നഴ്സുമാരോട് IMA നിർദ്ദേശിക്കും. സ്വകാര്യ ആശുപത്രികളിൽ നടത്തിവരുന്ന പണിമുടക്ക് സമരം തുടരുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കൌൺസിൽ യോഗം ആരംഭിച്ചു. വേതന വർധനവ് ലഭ്യമാകുന്നതുവരെ സമരത്തിൽ ഉറച്ചുനിൽക്കാനും നാളെ മുതൽ സമരം വ്യാപിപ്പിക്കാനുമാണ് തീരുമാനം. എസ്മ പ്രയോഗിച്ച് സമരം ചെയ്യുന്നവരെ ചെറുക്കാനുള്ള നീക്കങ്ങളെ നേരിടുമെന്ന് UN അറിയിച്ചു. സമരത്തിന്റെ പേരിൽ നഴ്സുമാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആശുപത്രികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും യോഗത്തിനു മുമ്പ് ഭാരവാഹികൾ അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക്. ഹൈക്കോടതി സമുച്ചയത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി G. സുധാകരൻ. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കെട്ടിടത്തിന് അടിസ്ഥാനപരമായി തകരാറും സംഭവിച്ചു. ബേസിക് സെക്ടറിന്റെ പ്രശ്നമാണ്. പക്ഷേ അതിന് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളും നല്ല മെറ്റീരിയൽസ് ഉപയോഗിക്കാത്തതും കുറച്ചു കാലം പണിയാതിട്ടതിന് പരമായി മോയിസ്ചർ കയറി സൂപ്പർവിഷൻ്റെ തകരാറ്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ അതിൽ പറയുന്നു. കോൺട്രാക്ടർ പറയുന്ന എഞ്ചിനീയർമാരെ വെച്ച് പണിയിട്ടു എന്നുള്ള ആരോപണം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കൂടി അഭിപ്രായം തേടി ഏതെങ്കിലും സ്ട്രോങ് ആയ അന്വേഷണം ആവശ്യമുണ്ടോ? അന്വേഷണത്തിന് ഗവൺമെൻറ്റിന് താല്പര്യമുണ്ട്. കാരണം അന്വേഷണം നടത്തുന്ന ഇഷ്യൂ ഉണ്ടതില്ല. എങ്കിലും കോടതിക്ക് കൂടി ജുഡിഷ്യക്ഷൻ ഉള്ളതായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിലൂടെ ഹൈക്കോടതി ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. നേമം റെയിൽവേ സ്റ്റേഷൻ പരിധി മധുര റെയിൽവേ സ്റ്റേഷന്റെ കീഴിലാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബീഹാറിൽ ഇന്ന് നിർണായക ദിനം. ഉപമുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെയും മകനുമായ തേജസ്വി യാദവ് രാജിവെക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാജിവെക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നൽകിയ അന്ത്യശാസനം ഇന്ന് അവസാനിക്കുന്നു. അതേസമയം തേജസ്വി രാജിവെച്ചാൽ ഒപ്പം RJDയുടെ മുഴുവൻ മന്ത്രിമാരും രാജിവെച്ചേക്കും. മറയൂർ പെരിയവയൽ ചന്ദനമോഷണ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. റവന്യൂ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ കേസിൽ കർശനാട് സ്വദേശി ദുരയാണ് പിടിയിലായത്.
കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. ഇടമലക്കുടിയിൽ ശിശുമരണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ കടന്ന പ്രത്യേക സിറ്റിംഗിലാണ് കമ്മീഷൻ ആവശ്യം ശക്തമാക്കിയത്. ലാൽ ജോസ് ചിത്രത്തിന്റെ ചിത്രീകരണം ആലപ്പുഴയിൽ ആരംഭിച്ചു. മോഹൻലാലിനെ നായകനാക്കിയാണ് ഇത്തവണ ലാൽ ജോസ് തന്റെ ഇഷ്ട ലൊക്കേഷനായ ഓമനപ്പുഴയിലെത്തിയിരിക്കുന്നത്. വെളിപാടിന്റെ വേദപുസ്തകം എന്ന ഈ ചിത്രത്തിൽ ലാലിനെ കൂടാതെ മറ്റ് താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ചൈന വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. എന്തു വില കൊടുത്തും സിക്കിം അതിർത്തി മേഖല സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. നിരവധി തവണ ചൈനയുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയെന്നും ഡോക്ലാമിലെ സൈനിക നീക്കത്തിന് പിന്തുണ വേണമെന്നും സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ 17-കാരി ഗുരുതരാവസ്ഥയിൽ. 88% പൊള്ളലോടെ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട നാരങ്ങാനത്താണ് സംഭവം. ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിന്റെ പേരിലാണ് യുവാവ് 17-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. 88% പൊള്ളലോടെ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടമ്മനിട്ട കല്ലേലിമുക്ക് കുരീച്ചെറ്റയിൽ കോളനിയിലെ പെൺകുട്ടിയുടെ വീട്ടിൽ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. കടമ്മനിട്ട സ്വദേശി സജിൽ എന്ന യുവാവാണ് കൃത്യം നടത്തിയത്. സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലാണ്. മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് സംഭവം നടന്നത്. വൈകിട്ട് 5:30യോടെ വീടിന് സമീപം ചെന്ന സജിൽ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടി വഴങ്ങാതെ വന്നപ്പോൾ ഇയാൾ തിരിച്ചുപോയി. 1 മണിക്കൂറിന് ശേഷം കന്നാസിൽ പെട്രോളുമായി വന്ന് വീട്ടിൽ കയറി പെൺകുട്ടിയുടെ തലയിൽ ഒഴിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ഇതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. അയൽക്കാർ ചേർന്ന് പെൺകുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പൊള്ളൽ ഗുരുതരമായിരുന്നതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ പോലീസ് മേധാവി സതീഷ് ബിനോയും ആറന്മുള സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പെൺകുട്ടിയും സജിലുമായി പ്രണയത്തിലായിരുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എഴുത്തുകാരുടെ ഉന്നമനത്തിനായി വകുപ്പ് സംഘടിപ്പിച്ച 3 ദിവസത്തെ ശില്പശാല റാന്തൽ 2017 അവസാനിച്ചു. സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.